ഇന്ന് എന്ത് ക്രാഫ്റ്റ് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതാ ഈ ഒരു സാധനം കിട്ടിയത്. അപ്പോൾ എന്നാൽ ഇത് വെച്ച് ക്രാഫ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെല്ലാം എടുത്ത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ കാണാം എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല, ഫ്ലോപ്പായിപ്പോയി. അതായത് എത്ര ശ്രമിച്ചിട്ട് അതങ്ങോട്ട് റെഡി ആവണില്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു രൂപത്തിലെത്താൻ പറ്റുന്നില്ല. അതിന് വേണ്ടിയിട്ട് സെലോ ടേപ്പ് വേണമായിരുന്നു. പക്ഷേ സെലോ ടേപ്പ് എൻ്റെ കയ്യിൽ നിർഭാഗ്യവശാൽ ഇല്ലായിരുന്നു. അതുകൊണ്ടിട്ട് സെലോ ടേപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ അത് മാറ്റിയിട്ട് എന്നാൽ വേറൊരു ക്രാഫ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വേറൊരു സാധനം എടുത്ത് അപ്പോഴാണ് ഇതാ ഈ ഒരു പിസ്തയുടെ ഷെല്ലിരിക്കുന്ന കണ്ടത്. അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ഇടയ്ക്ക് മിച്ചു വന്നിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് കുരുത്തക്കേട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ. മിച്ചുവിന് പെയിൻറ്റ് വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതാ പിസ്ത ഷെല്ല് വെച്ചിട്ട് ഒരു നമ്മുടെ ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പിയില്ലേ അതിൽ പിസ്ത ഷെല്ല് ഒട്ടിച്ച് വെച്ചിട്ട് ആ പിസ്ത ഷെല്ലിൽ കളർ ചെയ്ത് കൊടുത്ത് റെഡ് കളറാണ് ഞാൻ ചെയ്തത്. റെഡ് കളർ ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ റെഡ് കളർ ചെയ്തപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ കിട്ടി കേട്ടോ. ശരിക്കും നമുക്ക് ഈ മൊട്ടില്ലേ, വിരിയാൻ പോകുന്ന മൊട്ട് അതുപോലെ തോന്നി. പിന്നെ അതിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹോമിയോയിൽ പോയി, മിച്ചുവിനും ഞാനും കൂടി ഹോമിയോയിൽ പോയി. എന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഞാൻ ഉപയോഗിച്ചേ ഇല്ലാമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബോട്ടിൽ കൊണ്ടിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നത്.